ഹിന്ദി മേരാ ദോസ്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 1ാം യൂണിറ്റായ പ്യാർ എന്ന പാഠത്തിലെ ഖുദ് സേ പ്യാർ എന്ന കവിതയിലെ ചോദ്യോത്തരങ്ങളാണ്. 1ാം ഭാഗത്തിലെ വീഡിയോയിൽ നമ്മൾ കവിതയുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കി, ആരാണ് കവിത എഴുതിയത് എന്ന് പഠിച്ചു, കവിതയിലെ ചില വാക്കുകളുടെ സമാനമായ വാക്കുകൾ പഠിച്ചു, കവിതയുടെ ആശയം പഠിച്ചു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ പഠിക്കാം. എല്ലാവരും വളരെ ശ്രദ്ധയോടെ സ്ക്രീനിലേക്ക് നോക്കിക്കേ. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, സൂരജ് ദുനിയാക്കോ ക്യാ ദേത്താ ഹൈ? സൂര്യൻ എന്താണ് ലോകത്തിന് നൽകുന്നത്? എന്താണ് സൂര്യൻ ലോകത്തിന് നൽകുന്നത്? ആഗ്, ഊർജ, തീയും ഊർജവുമാണ് നൽകുന്നത്. അടുത്ത ചോദ്യം, ദർഖത്ത് ദുനിയാക്കോ ക്യാ ദേത്താ ഹൈ? മരം എന്താണ് ലോകത്തിന് നൽകുന്നത്? എന്താണ് മരം ലോകത്തിന് നൽകുന്നത്? ഫൂൽ, പൂവല്ലേ നൽകുന്നത്. അടുത്ത ചോദ്യം, ബാദൽ ദുനിയാക്കോ ക്യാ ദേത്താ ഹൈ? മേഘം ലോകത്തിന് എന്താണ് നൽകുന്നത്? എന്താണ് നൽകുന്നത് മേഘം? ജൽ, പാനി, ജലം, വെള്ളം അല്ലേ. ഇനി അടുത്ത ചോദ്യം, ദുനിയാക്കോ ആഗ് കോൺ ദേത്താ ഹൈ? ആരാണ് ലോകത്തിന് തീയെ കൊടുക്കുന്നത്? അല്ലെങ്കിൽ ആരാണ് ലോകത്തിന് ചൂട് നൽകുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, ആരാണ് ലോകത്തിന് ഊർജം നൽകുന്നത്? ആരാണ് നൽകുന്നത്? സൂരജ്, സൂര്യനാണ് ചൂട് നൽകുന്നത്. അടുത്ത ചോദ്യം, ദുനിയാക്കോ ഫൂൽ കോൺ ദേത്താ ഹൈ? ആരാണ് ലോകത്തിന് പൂക്കളെ നൽകുന്നത്? ആൻസർ എന്താണ്? ദർഖത്ത്, മരം അല്ലെങ്കിൽ പേട് അല്ലേ. ഇനി ദുനിയാക്കോ ജൽ കോൺ ദേത്താ ഹൈ? ലോകത്തിന് ജലം ആരാണ് കൊടുക്കുന്നത്? ബാദൽ, മേഘമാണ് ലോകത്തിന് ജലം കൊടുക്കുന്നത്. അടുത്ത ചോദ്യം, ഹം ദുനിയാക്കോ ക്യാ ദേ സക്തേ ഹൈ? നമുക്ക് ലോകത്തിന് എന്ത് നൽകാൻ കഴിയും? എന്താണ് നമുക്ക് ലോകത്തിന് നൽകാൻ കഴിയുന്നത്? പ്യാർ, സ്നേഹമാണ് നൽകാൻ കഴിയുന്നത് അല്ലേ. ഇനി അവസാനത്തെ ചോദ്യം, ജീവൻ കാ ആധാർ ക്യാ ഹൈ? ജീവന്റെ ആധാരം എന്താണ്? നമ്മുടെ പാഠത്തിൽ നമ്മൾ പഠിച്ചില്ലേ, ജീവന്റെ ആധാരം സൂരജ്, പേട്, ബാദൽ. എന്തൊക്കെയാണ് ജീവന്റെ ആധാരം? സൂര്യൻ, മരം, മേഘം അല്ലേ. സൂരജ്, പേട്, ബാദൽ എന്നിവയാണ് ജീവന്റെ ആധാരം. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ജോഡേ ഓർ വാക്യ ലിഖേ എന്നുള്ളതാണ്. രണ്ട് ഭാഗത്ത് കൊടുത്തിരിക്കുന്ന വാക്കുകളെ അത് ജോഡിയാക്കി എന്താണ് വാക്യങ്ങളാക്കുക അല്ലെങ്കിൽ സെന്റൻസ് ആക്കുക. അതിൽ ആദ്യത്തെ ലൈനിൽ നമ്മൾ കണ്ടില്ലേ, സ്ക്രീനിൽ നോക്കിക്കേ, സൂരജ്, പേട്, ബാദൽ. പിന്നെ അടുത്ത അത് കൊടുത്തേക്കുന്നു ദുനിയാക്കോ, പിന്നെ കൊടുത്തേക്കുന്നു പാനി, ഊർജ, ഫൂൽ, പിന്നെ ലാസ്റ്റിൽ ദേത്താ ഹൈ എന്ന് കൊടുത്തിരിക്കുന്നു. ഇതിനെ എല്ലാത്തിനെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഒരു പ്രോപ്പറായിട്ട് അർത്ഥമുള്ള ഒരു സെന്റൻസ് ആക്കി ഈ വാക്കുകളെല്ലാം മാറ്റണം, ഓരോ സെന്റൻസ്. അപ്പൊ എത്ര സെന്റൻസുകൾ അതിൽ വരുന്നുണ്ട്? ആദ്യത്തെ സെന്റൻസ് ആണ് എന്താണ്? സൂരജ്, സൂരജ് ദുനിയാക്കോ ഊർജ ദേത്താ ഹൈ? സൂര്യൻ ലോകത്തിന് എന്ത് നൽകുന്നു? ഊർജത്തെ നൽകുന്നു. അടുത്ത സെന്റൻസ് എന്താണ്? പേട് ദുനിയാക്കോ ഫൂൽ ദേത്താ ഹൈ? മരം ലോകത്തിന് പൂക്കളെ നൽകുന്നു. മൂന്നാമത്തേതോ? ബാദൽ ദുനിയാക്കോ പാനി ദേത്താ ഹൈ? മേഘം ലോകത്തിന് ജലം നൽകുന്നു അല്ലെങ്കിൽ വെള്ളം നൽകുന്നു അല്ലേ. ഇനി അടുത്തത് നോക്കിക്കേ, അടുത്തത് നമുക്ക് അടുത്ത ചോദ്യമാണ്, കവിതാക്ക ആശയ ലിഖേ. നമ്മൾ പഠിച്ച ഈ പാഠത്തിലെ കവിതയുടെ ഖുദ് സേ പ്യാർ എന്ന കവിതയുടെ ആശയം എന്താണ്? ആശയം നോക്കിക്കേ, സ്ക്രീനിൽ എഴുതിയേക്കുന്നത് ഖുദ് സേ പ്യാർ കവിത ശോഭനാഥ് യാദവ് जी ने लिखी है. कविता का मुख्य आशय है प्यार है. कवि चाहता है कि सूरज अपनी ऊर्जा, पेड़ अपना फूल और बादल अपना पानी प्रदान करके दुनिया में जीवन के आधार बनाते हैं. हमें भी खुद से प्यार करना है और अपना प्यार दूसरों को देना है. इस प्रकार हमें दूसरों की मदद करनी है,
पंक्तियों के विशेष भाषा प्रयोगों से कविता की शोभा बढ़ती है। जैसे इतना प्यार करे कि दे सकूं प्यार दुनिया को भी आदि। हम प्रकृति से प्यार का सबक सीखें और दूसरों की भलाई के लिए जिए. നമുക്കിനി ഇതിന്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കിയാലോ ഈ ആശയങ്ങളുടെ. ഖുദ് സെ പ്യാർ കവിത ശോഭനാഥ് യാദവ് ജി ने लिखी है. ഖുദ് സെ പ്യാർ എന്നുള്ള ഈ കവിത എഴുതിയിരിക്കുന്നത് ശോഭനാഥ് യാദവ് ജി ആണ് അല്ലേ. അടുത്ത വരിയാണ് കവിത കാ മുഖ്യ ആശയ പ്യാർ ഹെ. കവിതയുടെ മുഖ്യമായ ആശയം സ്നേഹമാണ്. അടുത്ത വരി कवि कहता है कि सूरज अपनी ऊर्जा, पेड़ अपना फूल और बादल अपना पानी प्रदान करके दुनिया में जीवन के आधार बनाते हैं. എന്താണ് കവി പറയുന്നു, സൂര്യൻ തന്റെ ഊർജം കൊണ്ടും മരം തന്റെ പൂക്കൾ കൊണ്ടും മേഘം തന്റെ ജലം കൊണ്ടും ലോകത്തിന് ജീവന്റെ ആധാരം നൽകുന്നു അല്ലേ. അടുത്ത സെന്റൻസ് എന്താണ്, ഹമേ ഭി ഖുദ് സെ പ്യാർ കർനാ ഹൈ और अपना प्यार दूसरों को देना. നാം നമ്മെ സ്നേഹിക്കണം, അതോടൊപ്പം നമ്മുടെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇസ് പ്രകാർ ഹമേ ദൂസരോं की मदद करनी है. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കണം. അടുത്ത ലൈനോ, पंक्तियों के विशेष भाषा प्रयोगों से कविता की शोभा बढ़ती है. കവിതയിലെ ഭാഷാ പ്രയോഗം കൊണ്ട് കവിതയ്ക്ക് എന്താണ്, നല്ല ഭംഗി നൽകുന്നു അല്ലെ, നല്ല ഭംഗി ലഭിക്കുന്നു. ജയ്സെ ഇതനാ പ്യാർ കരേ ദേ സകൂം പ്യാർ ദുനിയാ കോ ബി ആദി എന്ന് വെച്ചാൽ ജയ്സെ ഇതനാ പ്യാർ കരേക്കി എന്നുള്ള വരികളും ദേ സകൂം പ്യാർ ദുനിയാ കോ ബി ആദി എന്നുള്ള ഭാഷാ പ്രയോഗമാണ് ഈ കവിതയിലെ ഈ കവിതയ്ക്ക് എന്താണ്, നല്ല ഭംഗി കൊടുക്കുന്നത്, ഭാഷാ പ്രയോഗത്തിൽ നല്ല ഭംഗി നൽകുന്നത്. ഹം പ്രകൃതി സെ പ്യാർ കാ സബക് സീഖേ ഓർ ദൂസരോं की भलाई के लिए जिए. നമ്മൾ പ്രകൃതിയിൽ നിന്ന് സ്നേഹത്തിന്റെ പാഠം പഠിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി ജീവിക്കുകയും വേണം. ഇതാണ് ഈ കവിതയുടെ ആശയം. ഇനിയും നമുക്ക് ഒരു ചോദ്യം കൂടെ പഠിക്കാനുണ്ട് ഈ പാഠത്തിൽ നിന്ന്. അത് ആശയ പഠേ ഓർ പങ്ക്തിയ ഢൂണ്ടെ. ആശയം പഠിച്ചിട്ട് നമ്മൾ അതിൻ്റെ വരികൾ, ഈ കവിതയിലെ വരികൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് എഴുതുക. അതാണ്. ഇങ്ങനെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സ്ക്രീനിൽ നോക്കിക്കേ. കവി ചാഹത്താ ഹൈ സൂരജ് അപ്നി ഊർജ സെ പ്യാർ കരേ ഓർ സംസാർ കോ ഊർജ പ്രദാൻ കരേ. എന്താണ്, സൂരജ് അപ്നി ഊർജ സെ പ്യാർ കരേ. സൂര്യൻ തൻ്റെ ഊർജത്തോട് സ്നേഹിക്കണം അല്ലെ, ഊർജത്തെ സ്നേഹിക്കണം. ഓർ സംസാർ കോ ഊർജ പ്രദാൻ, എന്നിട്ട് ലോകത്തിന് എന്താണ്, ഊർജത്തെ നൽകണം. ഈ വരി അല്ലെ ഈ സെന്റൻസ് കവിതയിലെ ഏതു വരിയിൽ നിന്നാണ് എടുത്തേക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആ വരിയാണ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ കണ്ടുപിടിച്ച് എഴുതേണ്ടത്. പരീക്ഷയ്ക്ക് ഒരു പക്ഷേ ഈ ആശയം ഇങ്ങനെ കൊടുത്തേക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ വരി കണ്ടുപിടിച്ചിട്ട് കവിതയുടെ ഏത് വരികളാണെന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതണം. അപ്പോൾ ഇതിൻ്റെ വരികൾ ഏതാണ്, ആദ്യത്തെ വരി, കവിതയുടെ ആദ്യത്തെ 4 വരികളാണ്. നോക്കിക്കേ. സൂരജ് അപ്നി ആഗ് സെ ഇതനാ പ്യാർ കരേ കി വഹ് ദേ സകേ ആഗ് ദുനിയാ കോ ഭി. മനസ്സിലായല്ലോ. അടുത്ത എന്താണ് കൊടുത്തേക്കുന്നത്, മേഘ് അപ്നെ പാനി സെ പ്യാർ കരെ. മേഘം അല്ലേ. അപ്പൊ മേഘം എന്നുള്ളതിന്റെ വേറൊരു വാക്ക് ഏതാണ്, ബാദൽ എന്ന. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇല്ലേ. അപ്പോൾ മേഘ് അപ്നെ പാനി സെ പ്യാർ കരെ. മേഘം തന്റെ ജലത്തെ അല്ലെ വെള്ളത്തെ എന്ത് ചെയ്യണം, സ്നേഹിക്കണം. പാനി ജൽ അല്ലെ, സമാനമായ പാനി എന്നുള്ള വാക്കിന്റെ സമാനമായ വാക്ക് ഏതാണ്, ജൽ. പ്യാർ കരെ ഓർ പ്രകൃതി കി പ്യാസ് ബുജെ. അങ്ങനെ പ്രകൃതിയുടെ ദാഹത്തെ തീർക്കണം. അത് ഈ സെന്റൻസ് ഏത് വരിയിൽ നിന്നുള്ളതാണ്, ഏത് വരിയുടെ ആശയമാണ്, നോക്കിക്കേ, സ്ക്രീനിൽ നോക്കിക്കേ. ബാദൽ അപ്നെ ജൽ സെ ഇതനാ പ്യാർ കരെ കി വഹ് ദേ സകേ ജൽ ദുനിയാ കോ ഭി. ബാദൽ അപ്നെ ജൽ സെ ഇതനാ പ്യാർ കരെ കി വഹ് ദേ സകേ ജൽ ദുനിയാ കോ. നിങ്ങൾക്കിത് ചോദ്യം മനസ്സിലായില്ലേ?
ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ഉടൻ തന്നെ ലഭിക്കുവാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അടുത്ത പാഠവുമായി വേഗത്തിൽ തന്നെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് ലഭിച്ച വീഡിയോകൾ കണ്ട് നല്ലവണ്ണം മനസ്സിലാക്കി പഠിക്കുക. നിങ്ങളുടെ നോട്ടിൽ എഴുതണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എഴുതി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പോസ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാകാനുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്ത് ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുവരത്തേക്കിനും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.